ഇന്ന് വൈകിട്ട് നമുക്ക് അത്താഴത്തിന് ചപ്പാത്തിയും ചിക്കൻ കറി കേട്ടോ. അപ്പോൾ ഞാൻ ആ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ. വലിയ ചിക്കൻ കറിയൊന്നും അല്ല, ഒരു സിമ്പിൾ ചിക്കൻ കറി എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. റെസിപ്പി ഇഷ്ടമായെന്ന്. വിറകടുപ്പിലാട്ടോ ഇവിടെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറകടുപ്പ് വയ്ക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇളക്കാനൊക്കെ ആണെങ്കിൽ വലിയ ഉരുളിയൊക്കെ വെച്ച് ഇളക്കുന്നത് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളത്. അന്നേരത്തേനും ഇതെങ്ങനെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഉരുളി വെക്കണം. ഉരുളി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവോള ഇട്ട് കൊടുക്കണം. സവോള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കുറച്ച് നേരത്തേന് മൂടി വെക്കണം കേട്ടോ. അപ്പോഴത്തേന് നമ്മൾ ആ സമയത്തിന് വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് നമ്മളിങ്ങനെ വറുക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. തേങ്ങ വറുത്തരച്ച് ഇവിടെ ചിക്കൻ കറി കൂടുതൽ സമയങ്ങളും വെക്കാറ്, അല്ലാതെയും വെക്കാറുണ്ട്, എങ്കിലും മോസ്റ്റ്ലി ഇങ്ങനെ തന്നെ കേട്ടോ വെക്കുന്നത്. പിന്നെ നമ്മൾ അടുപ്പ് നല്ല വെച്ചാൽ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കത്തിക്കേണ്ടത്. ഇപ്പം വിറകടുപ്പാകുമ്പോൾ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ വെക്കാൻ എളുപ്പമുണ്ട്. എന്നിട്ട് ഈ വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേന് ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ തക്കാളി പേസ്റ്റ് ഞാൻ ഒഴിക്കാറുണ്ട്, ഇന്ന് ഞാൻ തക്കാളി പേസ്റ്റ് ഒഴിക്കുന്നില്ല. ഇതിനകത്തേക്ക് മല്ലിപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി ഇട്ട് കൊടുക്കണം. പക്ഷേ മുളക് പൊടി ഞാൻ ഇടുന്നില്ല, കൊച്ച് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കഴിക്കില്ല, അതുകൊണ്ട് മുളക് പൊടിയും കൂടി കുറച്ചുകൂടെ നല്ല. മല്ലിപ്പൊടി, ചിക്കൻ മസാല എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ പകുതി വേണം നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടി, അത് നല്ല പച്ച. അതിലേക്ക് ചിക്കൻ, മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്കിത് മൂടി വയ്ക്കണം കേട്ടോ. അപ്പോഴത്തേന് ഈ ചിക്കനകത്തും തന്നെത്താൻ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട, വെള്ളമൊക്കെ ഇറങ്ങി വരുവേ. അന്നേരത്തേക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ തേങ്ങ വറുത്തിട്ടില്ലേ, ആ തേങ്ങ വറുത്തത് ബ്രൗൺ കളറായിട്ടുണ്ടാവും. അപ്പോഴത്തേക്കിന് ആ തേങ്ങ വറുത്തതിനകത്തേക്ക് നമ്മൾ പിന്നെ ആവശ്യത്തിനുള്ള മസാല സാധനങ്ങളൊക്കെ ഇടണം. മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു അങ്ങനത്തെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇടാം കേട്ടോ. ഒരുപാട് ഓവറായി പോകരുത്, നമ്മുടെ ഒരു ഫ്ലേവറിനനുസരിച്ച്. ഞാൻ 1 സ്പൂൺ പെരിഞ്ചീരകവും പിന്നെ അതിനകത്തേക്ക് കുരുമുളകും ഏലക്ക മാത്രമായിട്ട് ഇടുന്നത്, വേറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പം എൻ്റെ വേറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. പക്ഷേ കുറച്ച് ഗ്രാമ്പൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല കേട്ടോ. ഗ്രാമ്പൂക്ക് 1-2 ഒക്കെ ഇടാറുള്ളത്. എന്നിട്ട് ഇത് നമ്മൾ അരച്ചിട്ട് വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നവരുണ്ട്, വെള്ളം ചേർത്ത് അരയ്ക്കുന്നവരുണ്ട്. ഞാൻ വെള്ളം ചേർത്ത് അരയ്ക്കുന്നത്, എനിക്ക് അപ്പോഴാണ് കുറച്ചും കൂടി തിക്നെസ് ആയിട്ട് തോന്നുന്നത്. പക്ഷേ വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതിന് കുറച്ചും കൂടി കളർ വരും കേട്ടോ. എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് ഇത് ഇളക്കണം. ഇളക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കണേ. അപ്പോഴത്തേന് കൊച്ചാണെങ്കിൽ ഒരു മാങ്ങ എടുത്തുകൊണ്ട് വന്നേക്കും കേട്ടോ. അവനാണെങ്കിൽ മാങ്ങ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉപ്പും മുളക് പൊടി ഇട്ട് തിന്നണം. എനിക്ക് ചെറുപ്പത്തിൽ ഇത് തന്നെയായിരുന്നു പരിപാടി. എങ്കിലും പക്ഷേ കൊച്ചു തിന്നുന്നത് കാണുമ്പോൾ തന്നെ വല്ല വയറ്റിൽ അസുഖം പിടിക്കുമെന്നൊക്കെ പേടി കേട്ടോ. എന്തൊരു ആസ്വദിച്ചാൽ തിന്നുന്നതെന്ന് നോക്കിയാൽ. ചോറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്നും ആസ്വദിച്ച് തിന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ട് എന്നെ കുക്കിംഗ് ഒക്കെ പഠിപ്പിച്ച എൻ്റെ അമ്മയാണേ. അതെനിക്ക് കല്യാണം കഴിഞ്ഞപ്പോഴൊക്കെ നല്ല ഉപകാരമായിട്ട് എനിക്ക് എൻ്റെ കൊച്ചിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ.